അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സിറിയയിൽ നിന്ന് അമേരിക്കൻ സൈന്യത്തെ പിൻവലിക്കാൻ നോക്കുന്നതായാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. ഇക്കാര്യം സംബന്ധിച്ച് വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥർ ഇസ്രയേലിന് സന്ദേശം കൈമാറിയതായി ഇസ്രയേലി പബ്ലിക് ബ്രോഡ്കാസ്റ്റർ കാൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. ട്രംപിന്റെ പദ്ധതി ഇസ്രയേലിന് ആശങ്കകൾ ഉയർത്തുന്നുവെന്നും കാനിന്റെ റിപ്പോർട്ടിലുണ്ട്. സിറിയയിൽ നിന്ന് അമേരിക്കൻ പിൻവാങ്ങൽ ഉണ്ടായാൽ തുർക്കി ആക്രമണം നടത്തുമെന്ന ഭയവും കുർദിഷ് സായുധ സംഘങ്ങൾക്കിടയിൽ ഉണ്ടെന്ന് കാൻ റിപ്പോർട്ട് ചെയ്തു. ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരെ പോരാടുന്നതിൽ അമേരിക്കയെ സഹായിച്ചിരുന്ന കുർദുകളെ തുർക്കി തീവ്രവാദികളായാണ് കണക്കാക്കുന്നത്. അതിനാൽ അമേരിക്ക സിറിയയിൽ നിന്ന് പിന്മാറിയാൽ തുർക്കി കുർദുകളെ ആക്രമിക്കുമെന്ന ഭയമാണ് ഇപ്പോൾ കുർദ് സംഘത്തിലുള്ളത്. ഡിസംബർ 1 പ്രസിഡന്റ് ബാസർ അസദിന്റെ നേതൃത്വത്തിലുള്ള സിറിയൻ ഗവൺമെന്റിന്റെ പതനത്തിന് ശേഷം ഇസ്രായേൽ പ്രതിരോധ സേന അധിനിവേശ ഗോലാൽ കുന്നുകളുടെ പ്രദേശത്ത് നിന്ന് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് നീങ്ങി. അതേസമയം അസദിനെ പുറത്താക്കുന്നതിന് പ്രധാന പങ്ക് വഹിച്ച ഹയാത്ത് തഫ്രിൽ അൽ ഷമവുമായും മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകളുമായും ബന്ധമുള്ള തുർക്കി വടക്കുകിഴക്കൻ സിറിയയിലേക്ക് മുന്നേറാൻ സൈനികരോട് ഉത്തരവിട്ടിരുന്നു. ഈ മാസം ആദ്യം തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗൻ സിറിയയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണാത്മക പരിപാടികൾ എത്രയും വേഗം അവസാനിപ്പിക്കാൻ വിമത ഗ്രൂപ്പിനോട് ആവശ്യപ്പെട്ടു എന്നാണ് വിവരം. അതേസമയം 2010കളുടെ മധ്യം മുതൽ രാജ്യത്തെ തീവ്രവാദികളോട് പോരാടുന്നതിൽ അസദ് സർക്കാരിനെ സഹായിച്ചിരുന്ന റഷ്യ നിലവിൽ സിറിയയിൽ ഖലീമി എയർഫീൽഡ്, ടാർട്ടാസ് എന്നീ 2 നാവിക താവളങ്ങൾ നിലനിർത്തുന്നുണ്ട്. സിറിയയിലെ സൈനിക താവളങ്ങളുടെ ഭാവിയെക്കുറിച്ച് റഷ്യ രാജ്യത്തിന്റെ പുതിയ അധികാരികളുമായി ചർച്ച നടത്തുന്നുണ്ടെങ്കിലും ഇതുവരെ കരാറുകളിൽ എത്തിയിട്ടില്ലെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ISനെതിരെ പോരാടാനെന്ന വ്യാജേന സിറിയൻ ഗവൺമെന്റിന്റെ അനുമതിയില്ലാതെ ഒരു ദശാബ്ദം മുൻപ് അമേരിക്ക സിറിയയിലേക്ക് സൈന്യത്തെ വിന്യസിച്ചിരുന്നുവെങ്കിലും അവർ രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലയിലെ പ്രധാന എണ്ണപ്പാടങ്ങൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങൾ പിടിച്ചടക്കുകയായിരുന്നു. സിറിയയിൽ വിന്യസിപ്പിച്ചിരിക്കുന്ന അമേരിക്കൻ സൈനികരുടെ എണ്ണം ഏകദേശം 2000 ആണെന്ന് കഴിഞ്ഞ മാസം പെന്റഗൺ പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ അമേരിക്കയും സിറിയയുടെ മണ്ണിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള ഒരുക്കത്തിലാണ്. തന്റെ ആദ്യ ടീമിൽ അമേരിക്കൻ സൈനികരെ രാജ്യത്തു നിന്ന് ഭാഗികമായി പിൻവലിക്കാൻ ട്രംപ് ഉത്തരവിട്ടിരുന്നുവെങ്കിലും ഇത് പൂർത്തിയായിട്ടില്ല. അതേസമയം സിറിയ അനുമതി നൽകാത്തതിനാൽ സിറിയയിലെ അമേരിക്കൻ സാന്നിധ്യം നിയമവിരുദ്ധമാണ് എന്ന് മുൻപ് അസദ് സർക്കാരും റഷ്യയും ആവർത്തിച്ചു പറയുകയും അധിനിവേശ പ്രദേശങ്ങൾ ഉപേക്ഷിക്കാൻ അമേരിക്കൻ സംഘത്തോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു.